അസ്സലാമു അലൈക്കും. പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ മാസത്തിൽ അറിവിന്റെയും ചിന്തയുടെയും ഒരു പുത്തൻ ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മണൽക്കാടുകളിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദം ഇന്നും ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു വലിയ സത്യമുണ്ട്. നാം ഇന്നു കാണുന്ന അത്യാധുനിക ഉപകരണങ്ങളില്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഒരു ഗ്രന്ഥത്തിന് ഇത്ര കൃത്യമായി ശാസ്ത്രീയ സത്യങ്ങൾ പറയാൻ കഴിഞ്ഞത്? നമുക്ക് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയിലേക്കൊന്നു നോക്കാം. ആധുനിക ശാസ്ത്രം ഇന്ന് അംഗീകരിച്ച ബിഗ് ബാങ് സിദ്ധാന്തത്തെക്കുറിച്ച് ഖുർആൻ 21-ാം അധ്യായത്തിലെ 30-ാം വചനത്തിലൂടെ ഇപ്രകാരം പറയുന്നു: أَوَلَمْ يَرَ الَّذِينَ كَفَرُوا أَنَّ السَّمَاوَاتِ وَالْأَرْضَ كَانَتَا رَتْقًا فَفَتَقْنَاهُمَا وَجَعَلْنَا مِنَ الْمَاءِ كُلَّ شَيْءٍ حَيٍّ أَفَلَا يُؤْمِنُونَ. ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും പിന്നീട് നാം അവയെ വേർപെടുത്തുകയാണുണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ? പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സത്യം 19-ാം നൂറ്റാണ്ടിൽ മാത്രം ശാസ്ത്രം കണ്ടെത്തിയപ്പോൾ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രഖ്യാപിച്ചു: ആകാശത്തെ നാം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാകുന്നു. ഇനി നമ്മുടെ തലയ്ക്കു മുകളിലുള്ള ആകാശത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അത് സുരക്ഷിതമായ ഒരു മേൽക്കൂരയാണെന്നാണ്. സൂര്യന്റെ മാരകമായ രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു കവചമായി അന്തരീക്ഷം നിലകൊള്ളുന്നുവെന്ന് ഇന്നു നമുക്കറിയാം. കൂടാതെ സമുദ്രങ്ങൾ തമ്മിൽ കലരാതെ നിൽക്കുന്ന പ്രതിഭാസവും പർവ്വതങ്ങൾ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന ആണികളാണെന്ന സത്യവും ഖുർആൻ അന്നേ വിവരിച്ചിട്ടുണ്ട്. ഭ്രൂണശാസ്ത്രത്തിൽ ലോകപ്രശസ്തനായ ഡോക്ടർ കീത്ത് മൂർ ഖുർആനിലെ വചനങ്ങൾ വായിച്ചപ്പോൾ പറഞ്ഞത്, ഇത് ദൈവത്തിൽ നിന്നുള്ള വെളിപാടാണെന്ന് അംഗീകരിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രം ഖുർആനെ നിഷേധിക്കുകയല്ല, മറിച്ചു സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ വിജ്ഞാനയാത്ര തുടരും. നാളെ മറ്റൊരു അത്ഭുതവുമായി നമുക്ക് വീണ്ടും കാണാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.